ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രിഡ്ജിങ്ങിൻ്റെ ഒരു സക്സസ്ഫുൾ ബാച്ച് പുറത്തിറങ്ങിയ ശേഷം നമ്മൾ ആക്ച്വലി ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രിഡ്ജിങ്ങിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് ആലോചിക്കുന്നപ്പോഴെന്നറിയോ, ഞാൻ പഠിക്കുന്ന ഒരു സമയം, അത് ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്താണ് അധികം MBBS ആണ്. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ അവർ പഠിക്കുന്നത് ആക്ച്വലി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവരുടെ ഇൻഡസ്ട്രി എന്നാണ്. ഞങ്ങൾ ഈവൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അകത്ത് ലാബ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ റിയൽ ഇൻഡസ്ട്രി എന്നല്ല പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ മൈൻഡിലൊരു കാര്യമായിരുന്നു, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ശരിക്കും അവിടെ നിന്ന് പഠിക്കണം, ഇൻഡസ്ട്രിയിൽ നിന്ന് പഠിക്കണം. ഇതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത് ശരിക്കും ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ടെക്നോ ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പ്രൊഡക്റ്റ് ഡിസൈനിങ് ആണ്. അപ്പോൾ നമ്മൾ ഹയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഡിവിഷൻ തുടങ്ങാലോ. അങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നോവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു തുടങ്ങുന്നത്. അങ്ങനെ ഇൻക്യൂബിൻ്റെ പേര് പോലും വരുന്നത് ശരിക്കും ഇൻഡസ്ട്രിയൽ ഇന്നോവേഷൻ ഇൻക്യൂബേറ്റർ എന്നുള്ള പേരെന്നാണ്. പിന്നെ ശരിക്കും ഒരു ഇൻഡസ്ട്രിയിൽ ഇരുന്നുകൊണ്ട് റിയൽ വർക്ക് ലൈഫിൽ ഇരുന്നുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അത് ജസ്റ്റ് ലൈക്ക് മെഡിക്കൽ കോളേജിൽ എങ്ങനെയാണോ സ്റ്റുഡൻസ് പഠിക്കുന്നത് അതാണ് ആക്ച്വലി ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രിഡ്ജിങ്. ആ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനാണ് ശരിക്കും ഇൻക്യൂബിൽ നടക്കുന്നത്.